ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് എരമല്ലൂർ 45-ാം വാർഷികത്തോടനുബന്ധിച്ച് ഓഫറുകളുടെ മഹാവിസ്മയം. ബെഡ് ഒന്നിനൊന്ന് ഫ്രീ. സ്റ്റീൽ അലമാര 5500 രൂപ മുതൽ. സെറ്റി സെറ്റ് 7500 രൂപയ്ക്ക്. സ്പ്രിംഗ് ബെഡ് 6750 രൂപ. വുഡൻ അലമാര 23000 രൂപയ്ക്ക്. എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാൻസ് സൗകര്യം. 20000 സ്ക്വയർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ്, സാനിയ തിയേറ്ററിന് എതിർവശം, എരമല്ലൂർ. അവർ സിസ്റ്റർ കൺസേൺ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട്, എരമല്ലൂർ. 45 വർഷത്തെ പാരമ്പര്യമാണ്. സാംസ്കാരിക സംഘടനയായ ദീപം പള്ളിയുരുത്തിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. സാംസ്കാരിക സംഘടനയായ ദീപം പള്ളിയുരുത്തിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. ദീപം ജംഗ്ഷനിൽ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ഗാന്ധിയൻ ജീവിതം നയിക്കുന്ന 98 വയസ്സ് പിന്നിട്ട മുൻ MLA TP പീതാംബരൻ മാസ്റ്ററെ വേണുഗോപാൽ വെമ്പിള്ളി പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഗാന്ധി ജയന്തി ഇത്രമാത്രം പ്രാധാന്യം ലഭിക്കാൻ നമുക്ക് നാഥുറാം ഗോഡ്സെയാണ്. നാഥുറാം ഗോഡ്സെ അന്ന് ഗാന്ധിയെ വെടിവെച്ചില്ലായിരുന്നെങ്കിൽ ഇത്രമാത്രം ലോക അംഗീകാരം. വടക്കൻ കളരി ആശാനും സീനിയർ സിറ്റിസനുമായ PO വർഗീസിന് പീതാംബരൻ മാസ്റ്റർ മൊമെന്റോ നൽകി ആദരിച്ചു. ചടങ്ങിൽ P രാജേഷ്, പ്രവിത അനീഷ്, VP ശ്രീലൻ, VJ തങ്കച്ചൻ, KP സോമൻ, K സുരേഷ്, KU ഇബ്രാഹിം, രാജീവ് പള്ളുരുത്തി, KA അഫ്സൽ, NG തോമസ്, TP സുമൻ, PM അശോകൻ എന്നിവർ സംസാരിച്ചു. ആ കാലഘട്ടം നമ്മുടെ വായിച്ചുള്ള അറിവല്ലാതെ മറ്റ് നേരിട്ടുള്ള അറിവുകളൊന്നും ആർക്കുമില്ല. നമ്മുടെ ഈ സമൂഹത്തിൽ ഗാന്ധിയെപ്പോലെ നമുക്ക് കാണാൻ കഴിയുന്ന അപൂർവം ചില മനുഷ്യരാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആൾ നമ്മളെ പ്രിയപ്പെട്ട മാസ്റ്റർ തന്നെയാണ്. ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഗാന്ധിജി ജീവിച്ചിരുന്ന കാലത്തെ രാഷ്ട്രീയ സാമൂഹ്യ കാലാവസ്ഥയല്ല ഇപ്പോൾ. ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കാലമുണ്ടായി. അന്ന് സ്കൂളിൽ കൃത്യമായി നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അന്നവിടെ കപ്പ പുഴുങ്ങിയതും പയറും എല്ലാം കിട്ടും എന്നുള്ളത് കൊണ്ടിട്ടാണ്. പക്ഷെ അതിനൊക്കെ ശേഷമാണ് നമ്മൾ ഗാന്ധിയെ അറിയുന്നത്. മധ്യമത്തിലെ ആരോടും പറയേണ്ട കാര്യമില്ല. എന്നിരുന്നാലും പള്ളുരുത്തിലെ തലമുതിർന്ന അധ്യാപകൻ, മുൻ MLAയും സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് ഇന്നും നിറസാന്നിധ്യമായി നിൽക്കുന്ന ഈ 98-ാം വയസ്സിലും ഇന്നും രാഷ്ട്രീയത്തിന്റെ പ്രധാനപ്പെട്ട പ്രസിഡന്റ് MS കബീർ അധ്യക്ഷത വഹിച്ചു. TK സുന്ദരൻ സ്വാഗതവും KP ആണ്ടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.